വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വെൽക്കം ടു ടോപ്പ് സിംഗർ കോ പവർഡ് ബൈ ആശീർവാദ് സോൾട്ട് ഡ്രിവൺ ബൈ റിനോ ട്രൈബൽ. ഹലോ മിസ്റ്റർ ഹരി. ഹലോ. എന്താ കാലത്ത് എവിടെ നിന്ന് കോട്ടുവാ ഇവിടുന്ന്? അത് ഞാൻ കുറച്ചൊക്കെ വണ്ടിയിൽ കിടന്നുറങ്ങിയോണ്ട് ഇത്തിരി അതല്ല, നീ ഒരു ആങ്കർ ആണ്. നല്ല ഡ്രസ്, സൂപ്പർ ഡ്രസ്. ഇതിപ്പോ തയ്ച്ചതല്ലേ? ഇതിപ്പോ തയ്ച്ചൊന്നുമില്ല. പിന്നെ രൺവീർ കപൂർ നിൽക്കുന്ന പോലെ ഉണ്ട് മോനെ. അതിപ്പോ തയ്ച്ചതാണോ? അല്ല അല്ലേ? അല്ല. പിന്നെ മേടിച്ചത് ഇപ്പൊ മേടിച്ചാണോ അതോ? അല്ല, ഇത് ഇന്നലെ മേടിച്ചത്. ഇപ്പൊ വാങ്ങിച്ചാണെന്ന് ഇന്നലെ വാങ്ങിച്ചാണോ എന്ന് ചോദിച്ചല്ല. എങ്കിൽ ഞാൻ പറയാം, ഇപ്പൊ വാങ്ങിച്ചതാണ്. മതിയോ? ഇപ്പൊ വാങ്ങിച്ചാ ഇത് കറക്റ്റ് പാകത്തിന് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ വാങ്ങിച്ചതായിരിക്കുമല്ലോ, അതുകൊണ്ടാ ചോദിച്ചത്. MG സാർ ചോദിച്ചോണ്ട് MG സാറിന് സമാധാനം ആവാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ശരിക്കും എന്ന് വാങ്ങിച്ചത്? ശരിക്കും ഇന്നലെ. ഇത് മറ്റേ ഇതിനകത്ത് മാമുക്കോയ പറയുന്ന പോലെ ഇരിക്കുന്നത്. കാരണം ഇത് ആരാ ആദ്യം കണ്ടത്? അത് ഞാനാ. പുതിയതാണോ എന്നാണ് അത്രേ ഉള്ളൂ അർത്ഥം. ഇത് പുതിയതാണ്, അത്രേ ഞാൻ ചോദിച്ചുള്ളൂ. അപ്പൊ പിന്നെ ഈ കോട്ടോ വിട്ട് എന്തിനാ? അത് പറ കാര്യം. ഈ കോട്ടുമായിട്ട് ഞാൻ വണ്ടി കിടന്നു. നീ ഒരു ആങ്കർ. ആങ്കർ അല്ലേ? കോട്ടുമായിട്ടു അങ്ങനെ അത്രേ ഉള്ളൂ. പക്ഷെ ഒരു സത്യം പറയട്ടെ, രണ്ടുപേരും സൂപ്പർ ആയിരിക്കുന്നു. രണ്ടുപേരും ഡ്രസ്സും കാണാനും ഇന്നെന്തോ ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ രണ്ടുപേർക്കും. ലങ്കുണ്ണി വിളി. പാട്ടുവേദിയിലേക്ക് എത്തുന്ന അഭിമന്യു. വെൽക്കം അഭിമന്യു ഓൺ സ്റ്റേജ്. ഹലോ ഹലോ ഹലോ. അഫൂസ്, എന്തോ സാർ? വിശേഷം ഞാൻ ചോദിക്കൂല, കാരണം നല്ല വിശേഷം അല്ലേ? ഏത് പാട്ടാ പാടുന്നത്? തമ്പുരു കുളിർ ചൂടിയോ. ONV സാറ് രവിചേട്ടന് അല്ലേ മനോഹരമായിട്ടൊരു സോങ് നോക്കാം നമുക്ക്. ഓൾ ദി ബെസ്റ്റ്. All the best. All the best. Thank you. All the best. Thank you. Bye.
കുളിർച്ചോടിയോ തളിരങ്കൂലി തൊടുമ്പോ താമര തൻ തണ്ടു പോ കോമളമാം പാണികൾ തഴുകുമെൻ കൈകളും തരളിതമായി സഖിതമ്പൂരു കുളിർച്ചോടിയോ തളിരങ്കൂലി തൊടുമ്പോ. അഭിമന്യു, എന്തോ സാർ? നീ പാടി, കുഴപ്പമില്ല. Thank you, sir. ഈ പാട്ട് കേട്ടപ്പോൾ മോനെ വർഷങ്ങൾ ഞാൻ പുറകോട്ട് പോയി. കാരണം ജാനകി അമ്മയായിട്ട് ഞാനൊരു പാട്ട് പാടി ഈ ജോണറിൽ. രതിപതിയായി ഞാനരികിൽ ഋതുമതിയായി മലർനിരകൾ രതിപതിയായി ഞാനരികിൽ ഋതുമതിയായി മലർനിരകൾ ഉലകത്തിൻ ധരിണീ. അങ്ങനെ പോണു ആ പാട്ട്. ഒരു ഭാഗ്യം കിട്ടി അങ്ങനെ ഒരു പുണ്യ ജന്മത്തിൻ്റെ കൂടെ പാടാൻ ജാനകിയമ്മയുടെ കൂടെ. അതിപ്പോഴും എൻ്റെ ഓർമ്മച്ചിപ്പിലെ ഒരു പവിഴ മുത്തായിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. മോനെന്ന് പാടിയത് നന്നായിരുന്നു. കുറേ സ്ഥലങ്ങളിൽ ചന്ദന ആ പോർഷൻസ് ഒക്കെ നന്നായിരുന്നു. താങ്ക് യു സാർ. എങ്കിലും മോൻ ടോട്ടലി നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ശ്രുതി പ്രശ്നങ്ങൾ, സംഗതി പ്രശ്നങ്ങൾ, ചില പോർഷൻസ് താമരതൻ തണ്ടുപോലൊക്കെ പാടുമ്പോൾ മോനൊരു വിരഹം വരുന്നതിനകത്ത്. ജസ്റ്റ് ആ രണ്ടുപേര് പാടിക്ക്. തമ്പുരു കുളിർച്ചൂടിയോ തളിരങ്കുലി തൊടുമ്പോൾ അതൊക്കെ ശരിക്കും ആ ശ്രുതിയിൽ നിന്നാലേ എൻ്റെ സുഖമുള്ളൂ. ഇതിനിടയിൽ ടോപ്പ് ബാൻഡ് അസാധ്യമായിരുന്നു കേട്ടോ. ബ്യൂട്ടിഫുള്ളായിട്ട് വായിച്ചു എല്ലാവരും. മോനൊന്ന് പാടിക്കുക തമ്പുരു. തമ്പുരു കുളിർച്ചൂടിയോ തളിരങ്കൂലി അങ്കുലി തളിരങ്കൂലി തൊടുമ്പോ തൊടുമ്പോ. ശരി, അടുത്ത താമര തൻ തണ്ടു പോൽ കോമളമാം മോനെ അവിടൊക്കെ താമരതൻ തൺ അങ്ങനെ പറയുമ്പോഴത്തേക്ക് താമരയ്ക്കൊരു വിഷമം വരും. ഒരു ശക്തി കുറവും വിഷമം വരും. താമര തൻ തൺ അങ്ങനെ. അത് കഴിഞ്ഞിട്ട് കോമളമാം അവിടെ ആ ഭാവവും ഇതെല്ലാം കൂടെ ഒന്ന് ശക്തിപ്പെടുത്തി പാടിക്കും. മതി, മോൻ നന്നായിട്ട് പഠിച്ചിട്ടില്ലത്. അതാണ് ഇതിനകത്ത് ബേസിക് ആയിട്ട് ടോട്ടലായിട്ട് അറിയുന്നത്. സാരമില്ല, അടുത്ത പാട്ട് മനോഹരമായിട്ട് പാടണം കേട്ടോ മോനെ. ഇത് മോൻ വളരെ ആവറേജ് ആയിട്ട് പോയി, പക്ഷേ മോൻ നഷ്ടപ്പെടുത്തിയ നല്ലൊരു സോങ്ങാണ് അല്ലേ. ഈ വലിയൊരു വേദിയിൽ ഒരു പാട്ട് പാടി വിജയിക്കുക എന്ന് പറയുമ്പോൾ അത് എക്കാലവും നമുക്ക് റെക്കോർഡായിട്ട് കിടക്കുന്നതാണ്. അതെപ്പോഴും മനസ്സിൽ വെച്ചു. അപ്പോൾ ഈ ഒരു പാട്ട് മോൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ വേറൊരു അവസരത്തിൽ വന്ന് പഠിച്ച് നന്നായിട്ട് പാടണം കേട്ടോ. നീ മിടുക്കനാ. അതുകൊണ്ട് അഫു, എന്തോ സാർ? നല്ല പാട്ട് മോനെ. മക്കളെ, ഈ ഒരു പാട്ടിന് പല ഏരിയകളും ഇത് ആരുടെ സംഗീത സംവിധാനമാണ്? രവീന്ദ്രൻ. അപ്പം ഒന്നും മനസ്സിലാക്കുക, അദ്ദേഹം ഇതിനകത്ത് പല ഏരിയകളും വളരെ സുഖത്തോടെ കമ്പോസ് ചെയ്തിട്ടുള്ള പല ഏരിയകളും ഉണ്ട്. അത് മോനൊന്നും അതിൻ്റെ കൃത്യമായിട്ടുള്ള സുഖത്തിൽ എത്തിയില്ലെന്നാണ് ശരത്തങ്ങളിന് തോന്നുന്നത്. കുറച്ച് ശ്രുതിയുടെ പ്രോബ്ലം അവിടെ ഇവിടെ ഉണ്ടായിരുന്നു മക്കളെ കേട്ടോ. അത് മാറ്റിക്കോണം. ഇപ്പോൾ ഈ അണ്ണൻ പറഞ്ഞ തന്നെ ഇപ്പോൾ തൊടുമ്പോൾ അത് പപ്പസ ആണെങ്കിലും പദസ ആണെങ്കിലും വാട്ടെവർ പെർഫെക്റ്റ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. അല്ല സഖി എന്നൊക്കെ പാടുന്ന അതിന് കൃത്യമായിട്ടുള്ള നോട്ടുണ്ട്, അതുവഴി തന്നെ വരണം. അല്ലെ സഖി പിണങ്ങിപ്പോവും, ഉറപ്പാ മക്കളെ. അതുപോലെ തന്നെ കാറ്റ് പോലെ അണഞ്ഞ നിന്നൊക്കെ ഉള്ളത് ഈ ഒരു കോമ്പസിഷൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. അത് വളരെ കൃത്യതയോടെ മോൻ പാടണം, അപ്പോഴാണ് ആ സുഖം കിട്ടുന്നത്. മോൻ ശ്രദ്ധിക്കണം കേട്ടോ. നല്ലൊരു പാട്ട് ഇപ്പം അണ്ണൻ പറഞ്ഞ ഏറ്റവും ഒരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ മോൻ നഷ്ടമാക്കിയ ഒരു പാട്ടാണ്. ഇനി ഒരു കുട്ടിക്ക് വന്ന് ഇവിടെ ഇതിനകത്ത് വന്ന് ഇത് പാടാനും പറ്റത്തില്ല. നല്ലൊരു പാട്ട് നമുക്ക് കിട്ടുമ്പോൾ നമ്മളത് അടിച്ച് തകർക്കുക. നന്നായിട്ട് പാടാൻ കഴിവുണ്ട്, ഇഷ്ടം പോലെ കഴിവുണ്ട് അവന്. അപ്പം അത്രേ ഉള്ളൂ ചക്കരെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. അഫു, എന്തോ സാർ? എടാ മോനെ, മെയിൻലി ശ്രുതി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് പറയുന്നില്ല, അത് ജനറലി ഇപ്പം മനസ്സിലായല്ലോ. ഒരു ടച്ച് വിട്ട പോലെ
ചില കളിക്കാർ ഔട്ട് ഓഫ് ഫോം ആകുന്ന ഒരു ഉണ്ടായിരുന്നു. കാരണം അഫു എന്ത് ചെയ്യും നമുക്കറിയാം. മോൻ എന്തോരം എത്ര കിഡു പെർഫോമൻസസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു ബ്രേക്ക് വരുമ്പോൾ എപ്പോഴും നമുക്ക് ടച്ച് വിട്ടു, നമ്മുടെ ഫോം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു ഫീലാണ്. പക്ഷെ അത് മോനുണ്ട്, യു ഹാവ് ടു കം ബാക്ക് ടു ഇറ്റ്. പക്ഷെ നമ്മൾ പാടുന്ന ചില ട്രിക്കുകൾ, നമ്മുടെ ശ്രുതി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം, വേദിയിൽ നിൽക്കുന്ന കാര്യം, ഇതൊക്കെ നമുക്ക് സ്കിൽസാണ്, ടെക്നിക്സ് ആണ്. ആ സ്കില്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്കില്ല് നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അത് അതിൻ്റെ ഒരു ടച്ച് വിട്ട പോലെ ആയിപ്പോവും. മനസ്സിലാണ്ടോ? ഡോണ്ട് കിൽ യുവർ സ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്. കറക്റ്റാണ്, മനസ്സിലായില്ലേ? അപ്പോൾ മോൻ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മഹാന്മാരായിട്ടുള്ള ലെജൻഡ്സ് കമ്പോസ് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്ന പാട്ട് നമ്മൾ വന്ന് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ ഒരു വേദിയിൽ അല്ലേ. അപ്പം അതിനൊരു റെസ്പോൺസിബിലിറ്റിയും കൂടെ ഉണ്ട് അല്ലേ മോനെ? അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കം ബാക്ക് ടു യുവർ ഫോം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. എന്തോ നല്ലൊരു സോങ് സെലക്ഷൻ അതിനെ പറയണം. രവീന്ദ്രൻ മാസ്റ്റർ ഒരു പ്രസൻസ് ഇവിടെ ഉണ്ടായിരുന്നു പാടിയപ്പോൾ. മാസ്റ്ററുടെ ഒരു കമ്പോസിങ് സ്റ്റൈല് ഈ പാട്ടിൽ ഉടനീളം കാണാൻ പറ്റും. വളരെ ടഫായിട്ടുള്ള പാട്ടാണ്. അപ്പോൾ ചേഞ്ചസ് വരുമ്പോൾ അത് മോൻ്റെ സിംഗിങ്ങിലാണെങ്കിലും ഓർക്കസ്ട്രയുടെ കാര്യത്തിലാണെങ്കിലും എസ്പെഷ്യലി ഫ്ലൂട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കോമ്പസിഷനാണ്. അപ്പോൾ അത് മോൻ്റെ ഈ പ്രായത്തിലുള്ള ഒരാൾ പഠിച്ച് പാടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെങ്കിലും തോന്നിയത്. അപ്പോൾ ഇത് കുറേ കൂടിയൊക്കെ വൃത്തിയായിട്ട് പഠിച്ചിരുന്നെങ്കിൽ മോന് പാടാൻ പറ്റും. അബി നല്ലൊരു സിംഗറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നെന്തോ അബിക്കുട്ടൻ്റെ ഒരു ഡേ ആയിട്ട് അങ്ങനെ തോന്നിയില്ല. വിഷമിക്കണ്ട കേട്ടോ, എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അടുത്ത തവണ നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അഫു, എന്തോ സർ? ഇത് കുറച്ച് കുറവാ കേട്ടോ. അപ്പോൾ വി ആർ ഗിവിംഗ് യു 96 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. അഫു, എന്തോ സർ? we are giving you a supreme. താങ്ക് യു സർ. ആടി ഒരു തമ്പുരു പൂക്കുറ്റി. താങ്ക് യു സർ. Congratulations, you are awarded a supreme. താങ്ക് യു സർ. താങ്ക് യു. Thank you. Bye. Bye. ആലാപന മധുരം പകരാൻ വേദിയിലേക്ക് എത്തുന്നു ലയന. വെൽക്കം ലയനക്കുട്ടി ഓൺ സ്റ്റേജ്. കൊച്ചരി സലാം. മക്കൾ ഏത് പാട്ടാ പാടുന്നേ? കണ്ടരാരാര്. അതും കൊള്ളാം, നല്ല പാട്ടാ. യെസ്, പാടാൻ നോക്കുമ്പോളെ. 1 2 3 4. കണ്ണനാരാരു ഉണ്ണിക്കൺമണിയാരാരു
തോളിൽ നീ എന്ന പുണ്യം താനെ തല ചായ്ക്കും സൗഭാഗ്യം തേടും നിൻ മൗനം എല്ലാം വിട ചൊല്ലി അകലുന്നൊരേകാകി ഗമനം കണ്ണനാരാജു ഉണ്ണിക്കൺമണിയാരാജു കണ്ണുനീർ ജന്മം താങ്ങും കൈകളിലാരാജു. കൊച്ചിരി എന്തോ കൊച്ചിരി നന്നായിട്ട് പാടി, കുഴപ്പമില്ല. ഒരു ഫൈൻ ട്യൂണിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു എന്നൊക്കെ ഉള്ളിടത്ത് ഒരു ക്രാച്ചൊക്കെ വന്നു താഴെ, അവിടെ എത്തുന്നില്ല. കൺമണി ആരാരോ എന്ന് പറയുന്ന സ്ഥലം, പിന്നെ അകലുന്നൊരു ഗമനം, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ, പൂവിനിടമോ. മോള് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ടോട്ടലി നോക്കുമ്പോഴത്തേക്ക് അതിനകത്തൊരു ഒരു നിറവ് വേണമല്ലോ. ആ നിറവിലൊരു അംശം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തെന്നിപ്പോയിട്ടുണ്ട്. എന്ത് പറ്റിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മോള് ഒരു സ്ക്രാച്ച് വന്നിട്ടുണ്ടോ ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്ക്രാച്ച് ഉണ്ട്, അതേപോലെ തന്നെ ഭയങ്കര ക്ഷീണം. അപ്പം മൊത്തത്തിലൊരു ക്ഷീണം അല്ലേ? അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ശക്തിപ്പെടാൻ വേണ്ടിയിട്ട് വല്ല വൈറ്റമിൻ ടാബ്ലറ്റ്സോ കഴിക്കുക. ഇപ്പം അണ്ണാച്ചിക്ക് ശക്തി വരാൻ കഴിക്കേണ്ട വേറൊന്നുമല്ല. ഒരു 2 കിലോ ചിക്കനും 1 കിലോ മട്ടനും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അണ്ണാച്ചി ഇതാ ഇങ്ങനെ ഒരു ഇരിപ്പുണ്ട്, കാലത്ത് തൊട്ട് രാത്രി വരെ അങ്ങനെ അങ്ങ് ഇരിക്കും. ഇരിപ്പാ. നേരെ കുറച്ച് ഒന്നും കൊടുത്തില്ലെങ്കിൽ മിണ്ടാതിരിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല, മിണ്ടാതിരിക്കും. 2 കാര്യം കേട്ടോ മോളെ. 1, ക്ഷീണം വരാതിരിക്കാൻ കഴിക്കണം. പിന്നെ പാട്ട് നന്നായിട്ട് പഠിക്കണം. ഒരുപാട് സ്ഥലം പറയാനുണ്ട്, ഞാൻ അതൊന്നും പറയുന്നില്ല. പാട്ട് മൊത്തത്തിലൊരു രസം ഉണ്ടായിരുന്നു. കുറേ സ്ഥലങ്ങളൊക്കെ നന്നായിരുന്നു. പക്ഷെ പഠിക്കണം മോളെ. പഠിച്ചില്ലെങ്കിൽ നമ്മുടെ ടച്ച് വിട്ട് പോയി കഴിഞ്ഞാൽ പണിയാണ്. അത് മോള് മനസ്സിലാക്കിയാൽ മതി. അപ്പം മോള് നന്നായിട്ട് പഠിച്ച് പാടിയാൽ മോക്ക് കൊള്ളാം. കൊച്ചി എയർപോർട്ടിൽ നമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന കുറേ അമ്മമാരുണ്ട്. അപ്പോൾ അവർ എല്ലാവരും നിങ്ങളുടെ അടുത്ത് പ്രത്യേക സ്നേഹാന്വേഷണം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇതാ അറിയിച്ചിരിക്കുന്നു, ഈ കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ. കൊച്ചി എയർപോർട്ടിലുള്ള എല്ലാ ജീവനക്കാർക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഭാഗം ഹായ് ഹായ്. ഹായ്. മക്കളെ ലേന കുഞ്ഞെ, എന്തോ മക്കള് നല്ല സുഖമായിരുന്നു. മോള് കുഞ്ഞായതുകൊണ്ട് ഇപ്പം ആ ഒരു ആണെങ്കിൽ പോലും അത് നല്ല രസമായിരുന്നു മോളെ എന്ന് പറഞ്ഞ് കേൾക്കാൻ. അത് മക്കളത് ഈ ബാക്കിയുള്ള കാര്യം ഇപ്പം ഇരുൾ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടൊക്കെ ഹിറ്റ് ചെയ്യണം. അത് അനുപല്ലവിയിൽ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു. മോളെ പച്ചരി, എന്തോ അതായത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ നമ്മൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ക്ലാസ് ടെസ്റ്റ് ഉണ്ട് അവിടേക്ക്. അപ്പോൾ അതിന് ക്ലാസ് ടെസ്റ്റിൻ്റെ അന്ന് രാവിലെ വീട്ടിൽ പറയുന്ന സാധനം, എനിക്ക് ഇന്ന് എന്താണെന്ന് അറിയുന്നു, ഛർദ്ദിക്കാൻ വരുന്നു, വയറുവേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അടിച്ചു വിടുന്നതാ. അങ്ങനെയാണോ? അല്ല, മോള് നന്നായിട്ട് തന്നെ പാടി. മോൾക്ക് എപ്പോഴും ഉള്ള പോലെ തന്നെ ഒരു ചെറിയ പ്രശ്നം മോൾക്ക് എപ്പോഴും ഉള്ളൊരു കാര്യമുണ്ട്. ഈ ലാ ള എന്നുള്ള സംഭവം, ഈ വാക്കുകളുടെ ഒരു നാളങ്ങൾ നാലങ്ങൾ എന്നാണ് കേൾക്കുന്നത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം മോളെ കേട്ടോ. മോളെ ഇതിൻ്റെ ലിറിക്സ് ബിച്ചു തിരുമല സാറല്ലേ? ഇതിൽ ഒത്തിരി നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യാത്ത തരം വാക്കുകളൊക്കെ ഇതിലുണ്ട്. ഇപ്പോൾ അകലുന്നൊരു ഏകാഗീ ഗമനം, അങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പക്ഷെ അത് സാറ് എഴുതി വരുമ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പുതിയ വാക്കുകളും പുതിയ യൂസേജ്. ഒരു എന്താണ്, കാതങ്ങൾ ഇനിയും നീയും കാൽയാത്ര തുടരാൻ. എന്ത് രസമാണ് ഇത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഞങ്ങളിത് എടുത്ത് പറയുകയും ചെയ്തു. ഇങ്ങനത്തെ വാക്കുകൾ കണ്ടിട്ടില്ലല്ലോ എന്ന്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത്രേ ഉള്ളൂ. മോള് നന്നായിട്ട് പാടണം. ഇനി ഇതൊന്നും പോരാ, മോളുടെ കുറച്ചും കൂടെ എനർജി ദമ്മ് വരാനുണ്ട്. ഒരു ദം ബിരിയാണിയൊക്കെ പോയി കഴിക്കുക കേട്ടോ. ഓക്കെ ലൈനക്കുട്ടി, എന്തോ ലൈനക്കുട്ടിയിൽ നിന്ന് ഇതിനേക്കാളും ഒരു പെർഫെക്ഷൻ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോഴുള്ളൊരു വിഷമമാണ്. അതാണ് ഈ എല്ലാ കമൻസിലും ഇങ്ങനെ നിഴലിച്ച് കാണുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശരി. അപ്പോൾ ലേനക്കുട്ടി, എന്തോ ഇന്ന് മോടെ മാർക്ക് ഇറ്റ്സ് 97 out of 100. താങ്ക് യു. ലേനക്കു, എന്തോ we are giving you a supreme. താങ്ക് യു സർ. ആടി ഒരു ഗമനപ്പൂക്കുറ്റി. Congratulations, you are awarded a supreme. താങ്ക് യു സർ. കണ്ണുനീ ജന്മം താങ്ങും കൈകളിലാരാജു. പാട്ടുമേളവുമായി എത്തുന്നു ദേവൂട്ടൻ. വെൽക്കം ദേവനാരായണൻ ഓൺ സ്റ്റേജ്. ഹലോ ഹലോ. ഓ മോനെ ഇതെന്തോടാ കൂടോത്രം ചെയ്യാൻ പോകണോ നീ? അല്ല നീ മനസ്സിലാകുന്നില്ല. മന്ത്രവാദിയുടെ മുറിയിലെ കർട്ടൻ എടുത്തിട്ടുകൊണ്ട് വന്നിരിക്കുന്നു. അതല്ല, ഞാൻ നരസിംഹത്തിലെ ലാലേട്ടന്റെ ഒരു ഫിഗർ ഓ ലാലേട്ടന്റെ ഫിഗറാ. പെട്ടെന്ന് കേറി വന്നപ്പോ ഞാൻ പേടിച്ചു പോയി. അല്ല മന്ത്രവാദിയാണോ? ഞാനൊരു കാര്യം ചെയ്യാം, ഈ പാട്ട് കേൾക്കുമ്പോ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് കേൾക്കാം. ഓക്കെ, കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റുമോ? അപ്പൊ ഒന്ന് എനിക്ക് എന്റെ ഗോഷ്ഠികളൊന്നും നീ കാണത്തില്ലല്ലോ. ഓക്കെ. ഓ സ്റ്റൈല്. ഓ എങ്ക അണ്ണാ
ഇങ്ങ കൊഞ്ചം പാറുങ്ക. ഇല്ല, മോഹൻലാലിന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഗാങ്ങണക്കത്തില്ല വേണോ? അതെ. യെസ്. അപ്പൊ പൊളിക്കടൗട്ടാ. തകർക്കും മക്കളെ. അപ്പൊ പവർഫുൾ ആയിട്ട് പാടും. തിങ്കളോ ഞാനപ്പോഴോ വരിക വരിക വടിവേല ഹര ഹരോ ഹര 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 ഹരോ ഹര. ധില്ലം ധില്ലം ധാങ്ങടക്ക ചണ്ടവൃതങ്ക മേലേക്കാവിൽ പൂരക്കാവടി പീലിക്കോലടി വണ്ടിപ്പടയണി മേളം ഓ കാവടി മേളം. നാട്ടുകളരി കച്ചമുറുക്കണ വാൾപ്പയറ്റടി പൂഴിക്കടക ചാടിക്കെട്ടി വലം വിരിവെട്ടി തോതിര കടകമുരുടിയും കഥയും താളം ഓ കടകൻ താളം. കോമരങ്ങൾ പൊടിയുണ്ടേ പഞ്ചവാദ്യപ്പുകിലുണ്ടേ. കോമരങ്ങൾ പൊടിയുണ്ടേ പഞ്ചവാദ്യപ്പുകിലുണ്ടേ സതിരുണ്ടേ. സംഗീത ശിരോമണി തങ്കവേലുവയ്യങ്ക തില്ലന മോഹനാമ്പാൾ ഒരു പൊയ്ക്കാൽ കുതിരമേൽ തനിച്ചിരുന്നുറങ്ങുന്ന വെങ്കിടേശ. വെങ്കിടേശ നാക്കില മൂക്കില വായില കുന്നില മുച്ചപ്പിരാന്തിക്ക് തേവാരത്തിന് തൈമാസത്തിലെ കല്യാണത്തിനും കറുകറുകെ കറുത്ത മുത്തച്ചോളം ചമയം കൊയ്തെടുക്കി തങ്കമെട് തട്ടാഞ്ചക്ക മാരിയമ്മൻ കുടമെട് അക്കുടമെട്. ഏതാങ്ങണക്ക ഏതണങ്ങണക്ക ഏതാങ്ങണക്ക ധില്ലം ധില്ലം ധാങ്ങണക്ക ചണ്ടവൃതങ്ക മേലേക്കാവിൽ പൂരക്കാവടി പീലിക്കോലടി വണ്ടിപ്പടയണി മേളം ഓ കാവടി മേളം ഓ കാവടി മേളം ഓ കാവടി മേളം. വണ്ടിപ്പടയണി മേളം ഓ കാവടി മേളം ഓ ഓ ഓ കാവടി മേളം ഓ കാവടി മേളം.
കൊച്ചമ്പിയേ അയ്യയ്യേ കൊച്ചമ്പിയേ നാടറിഞ്ഞേ കൊച്ചമ്പിയേ ധങ്കടക്ക ഏ ധനങ്കടക്ക ഏ ധങ്കടക്ക ധില്ലം ധില്ലം ധാങ്കടക്ക ചണ്ടമൃദംഗ മേലെ കാവിൽ പൂരക്കാവടി പീലിക്കോലടി വാണ്ടിപ്പടയടി മേളം ഓ കാവടി മേളം ഓ ഓ ഓ കാവടി മേളം ഓ ഓ കാവടി മേളം കാവടി മേളം പടയടി മേളം പടയടി മേളം കാവടി മേളം കാവടി മേളം പടയടി മേളം പടയടി മേളം കാവടി മേളം കാവടി മേളം പടയടി മേളം പടയടി മേളം കാവടി മേളം. വാ 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 സൂപ്പർ 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 സൂപ്പർ. പൊളിച്ചു മക്കളെ. ദേവിടു എന്താ സാർ? നന്നായിരുന്നല്ലോ. താങ്ക് യു സാർ. നല്ല ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു മോൻ പാടുന്നതിൽ. 1-2 സ്ഥലം ഉണ്ടായിരുന്നു അണ്ണാച്ചി. അതെവിടെ ആയിരുന്നു? ഒരു മോഹനാമ്പാളും പലകൂട്ടവും. അതാണ്. ആ. സതിരു സംഗീത ശിരോമണി തങ്കവേലയ്യങ്കാ മോഹനാമ്പാൾ ഒരു പൊയ്ക്കാൽ കുതിരമേൽ തനിച്ചിരുന്നുറങ്ങുന്ന വെങ്കിടേശ. വെങ്കിടേശ പിന്നെവിടായിരുന്നു അണ്ണാച്ചി? പലകൂട്ടൻ കൊലകമ്പൻ. തൃത്താല ശങ്കരൻ ഉണ്ണി കുടമാളൂർ കേശവൻ അങ്ങനെ പല കൂട്ടം കൊലകൊമ്പൻ നിരന്നേ. അത്രേ ഉള്ളൂ. അത്ര ഉള്ളൂ. അണ്ണാ ഇപ്പോഴവനത് പാടുമ്പോ ഒരു പേടിയുണ്ടായിരുന്നു. ഒന്നാമതൊരു ഒരു ഭീകരനെ അടുത്ത് വെച്ചിട്ട് പാടുക. അല്ല വേറൊന്നുമല്ല, ഇതിനകത്ത് നമ്മളൊരു കോംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല് ഈ അക്ഷരങ്ങൾ വായിക്കാതെ നിൽക്കാൻ നമ്മളിപ്പോ പുസ്തകത്തിൽ നോക്കി പാടിയാൽ തന്നെ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കാരണം അത് വായിൽ വരാൻ വേണ്ടി ഒത്തിരി പ്രയാസമാണ്. മാത്രമല്ല ഒറ്റ ശ്വാസത്തിൽ വരണം. കാരണം ടേക്കിലാണെന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലുമൊക്കെ പഞ്ച് ചെയ്തെടുക്കാം. ഇത് അവനെ അറിയിക്കാതെ ശ്വാസം എടുത്തു, പക്ഷെ അറിയിക്കാതെ തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോയി. അല്ലെ ഒന്നീ ശ്വാസം എടുത്താൽ താളത്തിൽ നിന്ന് ജമ്പ് ചെയ്തു. അതൊന്നും അറിയിക്കാതെ തന്നെ ക്ലവറായിട്ട് നീ കൊണ്ടുവന്ന് എൻഡ് ചെയ്തു. വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പർ, നന്നായിരുന്നു. അല്ല ഇവൻ എന്തിനാ ഈ കൂളിംഗ് ക്ലാസ്സിൽ? അണ്ണൻ വെച്ച സ്ഥിതിക്ക് മനസ്സിലായില്ല. എന്നാലും ഒരു രസമല്ലേ? അല്ല നിങ്ങൾക്ക് എന്ത് തോന്നി? ദേ ഇവിടെ 5 പേര് ഇരിപ്പുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞു? ഇഷ്ടപ്പെട്ടോ? എനിക്കൊരു ഐഡിയ കൊടുക്ക്. നമ്മുടെ യങ് ജനറേഷന്റെ ലഹരിയായി മാറിയിട്ടുള്ള രൺബീർ കപൂറിന്റെ ഒരു ലുക്കില്ലേ എന്ന് ചോദിച്ചാൽ 100% ഉണ്ട് ബിജു. അത് നേരത്തെ തന്നെ പറഞ്ഞത്. ആ അതെ അതെ അതെ. വിജയങ്ങളുടെ കണ്ണ് കാണാൻ മേലെ ലഹരി എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ലാട്ടാ. എനിക്ക് ഈ രക്തം നിങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തീർക്കുക. ദേവിടാ എന്താ സാർ? നല്ല കിടുക്കാച്ചി ഒരു പാട്ട്. നമ്മൾ എത്ര ടെൻഷൻ അടിച്ചിരുന്നാലും ഇത് കേട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ടെൻഷൻ പോവും. ആ വിധത്തിലൊരു പാട്ട് മക്കളുടെ അടുത്ത് ഉഗ്രായിട്ട് പാടിയിട്ടുണ്ട്. ആ അത് കുഴപ്പമില്ല. അത് ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ശ്രദ്ധിക്കാനാണ്. പിന്നെ അണ്ണാ അഞ്ചണ്ണ ഇങ്ങനെയുള്ള പാട്ടുകൾ, ഈ ജോണർ പാട്ടുകൾ ഞാനിത് കേൾക്കുമ്പോൾ പലതും കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും MG ശ്രീകുമാർ എന്നുള്ള വ്യക്തി പാടിയില്ലായിരുന്നു ഇത് എന്ത് ചെയ്തേന്. അല്ല ഞാൻ സത്യം അണ്ണന് അത് വേറെ ആര് പാടിയാലും അത്രയ്ക്ക് ഒരു എന്താ ആ ഒരു പവറിൽ കിട്ടത്തില്ല. പണ്ണാച്ചി ലവ് യു സോ മച്ച്. താങ്ക് യു. അത് കൂടുതൽ ഒന്നുമില്ല എനിക്ക് പറയാൻ. മക്കളെ നീ തകർത്തടാ. താങ്ക് യു സാർ. ഉഗ്രൻ, താങ്ക് യു സാർ. അസാധ്യമായിട്ട് പാടി കേട്ടോ. താങ്ക് യു. പാട്ട് മാത്രമല്ല ഒരു വിഷ്വൽ എക്സ്ട്രാ വഗൻസ് ആയിരുന്നു നിന്റെ പെർഫോമൻസ് മോന്റെ കേട്ടോ. ബ്രത്ത് ഒന്നും പോവാണ്ട് ഈ ലിറിക്സ് ഇത്രയും മനസ്സിൽ വെച്ചു ഒന്നും കയ്യിൽ നിന്ന് പോവാണ്ട് പിടിച്ചു എന്നുള്ളത് അമേസിങ്, വലിയൊരു കാര്യമാണ്. ഒരു മനസംയമനത്തോടു കൂടി അതിനെ സമീപിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. അടിപൊളി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സാർ. ഓക്കെ, എന്തായിരുന്നു പെർഫോമൻസ്? നമ്മളൊരു ഉത്സവ ലഹരിയിലായിരുന്നു. ഒരു അമ്പലപ്പറമ്പിലിരുന്ന ഒരു ഗാനമേള കേൾക്കുന്ന ഒരു പ്രതീതിയായിരുന്നു. ശരിക്കും ഭയങ്കര എനർജി ആയിരുന്നു. അതെനിക്ക് തോന്നുന്നു MG അങ്കിളുടെ ആ ഒരു എനർജി നിനക്ക് പകർന്നു കിട്ടിയിരിക്കുകയാണ്. മോനസ്ലായിട്ട് പാടി, ഒരു രക്ഷയില്ല. പിന്നെ ചെറിയ 1-2 സ്ഥലങ്ങൾ മാത്രം അത് ആ താളത്തിൽ ആ സമയക്രമത്തിന് മുമ്പ് തീർക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല. ഇത് ഒറ്റയ്ക്ക് ഇത്രയും വരികൾ പഠിച്ച് ഈ പെർഫോമൻസും വെച്ച് പാടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. റിയലി അപ്രീഷിയേറ്റ് യു. ഓക്കെ മക്കളെ, ഞങ്ങളൊന്ന് പോയി ഡിസ്കസ് ചെയ്യട്ടെ. നിനക്ക് എത്ര മാർക്ക്? 97 ആണോ 96 ആണോ? ഓക്കെ ഓക്കെ മിസ്റ്റർ KK. ഓക്കെ ഓക്കെ സോ ദേവിടാ, എന്താ സാർ? 1-2-3 സ്ഥലങ്ങളിൽ പോയി ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ വി ആർ ഗിവിങ് യു
99 out of 100. താങ്ക് യു സാർ. We are giving you a super super. താങ്ക് യു സാർ. ആദ്യ ഒരു പഴനി മലപ്പൂക്കുറ്റി. Congratulations, you are awarded a super super. താങ്ക് യു സാർ. ബൈ. താളം പാട്ടിന്റെ ചിങ്കാരച്ചേലുമായി ശ്രീയ. വെൽക്കം ശ്രീയ കുട്ടി ഓൺ സ്റ്റേജ്. ഹായ് ഇന്ന് ഓടി വന്നല്ലോ മോള്. ഇന്ന് ഞാൻ കുറച്ച് ഹാപ്പിയാ. കാരണം അപ്പൊ സാധാരണ ഹാപ്പി അല്ലേ? Happy അല്ല. ഹാപ്പിയാണ്, പക്ഷെ ഇന്ന് കുറച്ചുകൂടെ ഒരു 5 വയസ്സാണ് കൂടുതൽ. അതെന്താണെന്ന് പറയും. Supreme happy അല്ലേ? എന്താ കാര്യം? കാരണം 10 ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാൻ ഖത്തറിലേക്ക് പോവാ അച്ഛനെ കാണാൻ. ആഹാ. നമുക്ക് എല്ലാവർക്കും മിസ് ചെയ്യുമല്ലോ ഇപ്പം. Correct. ഇവൻ എപ്പോഴും പറയും. ഞാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് ശ്രീയ മനീഷ് ഉണ്ടോ, ശ്രീയ മനീഷ് ഉണ്ടോ എന്ന് ഹരി ചോദിക്കുന്നു. ആണോടാ? സത്യം പറടാ. സത്യം. കാരണം അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര ഇഷ്ടം. സ്നേഹ അല്ല എന്താണ്? നല്ല ഫ്രണ്ടാണ്. ആ അങ്ങനെയാണ്. ഫ്രണ്ടാണ്. ഞങ്ങൾ അത്ര പറഞ്ഞുള്ളൂ. നീ ആരോടും ചിന്തിച്ചോ? എടാ മക്കളെ നമ്മളും അത്രേ പറഞ്ഞുള്ളൂ. ലവ് ഇല്ല, നമ്മള് ഫ്രണ്ട്സ് ആണ്. അയ്യോ ഇതാരാ ഇവിടെ പറഞ്ഞു? നീ മാത്രം പറഞ്ഞുള്ളൂ. ഞങ്ങൾ ആരും ഞങ്ങളിത് പറഞ്ഞോ? എന്റെ ഭഗവാനെ ഭഗവതിയെ. മോനെ ഫ്രണ്ടാണ് ഞങ്ങൾ. എടാ ഞങ്ങൾ ഇത് പറഞ്ഞോ? നീ ഇപ്പൊ പറഞ്ഞ സംഗതി ഞങ്ങള് പറഞ്ഞോ? ഞങ്ങള് പറഞ്ഞു ഇഷ്ടമാന്നല്ലേ എന്റെ പറഞ്ഞു. ഭഗവതിയെ. അല്ല അശ്വ എന്റെ ഭഗവാനെ. ശ്രീഹരിന്റെ വിചാരം ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ലവ് ആണ്. അവൻ അത് മാത്രമല്ല. അങ്ങനെ അതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ മക്കളെ ശ്രീയ മോളെ ഏതാ ഏത് പാടുന്നത്? പാട്ടാ പാടുന്നത്? പറയുമോ മൂകയാമേ. മക്കളെ പാടിക്കോ കേട്ടോ. ഓൾ ദ ബെസ്റ്റ് മക്കളെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
സഞ്ജുവിൻജി തകർത്തു. ശ്രീകുട്ടി നന്നായിരുന്നു മോളെ. താങ്ക് യു. മോക്കിന്ന് ശബ്ദത്തിന് എന്തെങ്കിലും ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല, പക്ഷേ അറ്റത്തും മുറ്റത്തും ഒക്കെ ഇങ്ങനെ തോന്നി കൊണ്ട് എൻഡ് ചെയ്യുന്നില്ലേ മോളെ? ദരിരാ താരിരീരരാ അങ്ങനെ നിർത്തന് അപ്പം ഒരു ശ്വാസം തികയാതെ വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. എനിക്കൊക്കെ ഉണ്ടാവും. അപ്പം അതുണ്ടായിരുന്നോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചെറുതായിട്ട്. ഇപ്പൊ വന്നു. നന്നായിരുന്നു. നിന്റെ പദയാത്രയിൽ എങ്ങനെയാ മോളെ അത് ആ പോർഷൻ? അവിടെ മോളെ കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിച്ചു. അവിടെ കട്ടാവുന്നുള്ളൂ. ആ സുഖം, ആ ഫ്ലോ വരണേ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. വനചന്ദ്രി എന്താണത്? വനചന്ദ്രി അത്ര പിന്നെ ആ സെപ്പറേറ്റ് ആണോ അതോ? അല്ല, അത് ഒരുമിച്ച്. ശരി. അപ്പൊ അതാണ് ഞാൻ ആദ്യമേ എടുത്ത് ചോദിച്ചത്. മോളെ ഇതുപോലെ ഈ ശബ്ദത്തിന് എന്തെങ്കിലും എയർ ട്രാൻസ്മിഷൻ എന്തെങ്കിലും ഇല്ല. പിന്നെ അപ്പൊ ഒരു ടെൻഷനാണ് അല്ലേ? പഴയ ടെൻഷൻ തിരിച്ചു വന്നോ? അയ്യോ ഇല്ല. പിന്നെ ഒന്നുകൂടെ പാടി നോക്കി ആ വനചന്ദ്രിക്ക് ഒന്ന് വെറുതെ ഒരൊറ്റ ശ്വാസത്തിൽ പാടി നോക്കി. അതായത് വളരെ ഈസിയായി നമ്മൾ ഇല്ലേ? ഓക്കെ, അത്രയും വരെ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി എല്ലാം നന്നായിരുന്നു. ശ്രീയ കുഞ്ഞെ, നല്ല രസമുള്ള ഒരു പാട്ട്. പിന്നെ മോള് നന്നായിട്ട് തന്നെ പാടി. കുഞ്ഞിത് നേരെ പ്രാക്ടീസ് ചെയ്തില്ലേ? ചെയ്തു. ഓക്കെ. അപ്പോ സംയുക്ത ഉഗ്രായിട്ട് പാടി. അല്ല, അത് ആ പോർഷൻ മോക്ക് പാടായിരുന്നില്ലേ? അതല്ലടാ. അതുകൊണ്ട് കൂടെ നിർത്തിയാണോ? അത് ശരി. പക്ഷെ അത് നല്ലതായിരുന്നു. അതൊക്കെ പാടിയായിരുന്നെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. ഓൾ ദി ബെസ്റ്റ് മക്കളെ. മോളെ, ഞാൻ എഴുതിയ മെയിൻ കാര്യം, the humming is the best moment of the song. You could have sung it. സത്യം. അതായത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ആ ഹമ്മിങ്. അത് മോക്ക് പാടാമായിരുന്നു. അറ്റ്ലീസ്റ്റ് യു കുഡ് ഹാവ് ട്രൈഡ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ട്രൈ ചെയ്തതാ, പക്ഷെ ഹൈ എനിക്ക് കിട്ടും. ഭയങ്കര ഹൈ ആണോ മോളെ? ഇതെല്ലാം മോളെ വേറൊന്നുമില്ല, ഹൈയുടെ അല്ല, മോക്ക് ശ്വാസം ഒന്ന് കുറവാണ്. ബേസിക് ആയിട്ടുള്ള ഒരൊറ്റ കാര്യമാണ് കൂടുതൽ വരുന്നത്. കാരണം വോയിസിന്റെ എന്തെങ്കിലും ഒരു ബ്രത്തിന്റെ ഡിഫിക്കൽറ്റി ഉണ്ട്, അത് അത്രേ ഉള്ളൂ. എനിവൈസ് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാട്ട്. ഇങ്ങനെ ഒരു പാട്ട് എടുത്തുകൊണ്ട് വന്നുകൊണ്ട് ഈ പാട്ട് പെട്ടെന്നൊന്ന് ശ്രദ്ധിക്കാൻ പറ്റി. എന്നാണെങ്കിലും ഈ പറഞ്ഞില്ല, ആ ഹമ്മിങ് ആയിരുന്നു ബെസ്റ്റ് മൊമെന്റ്. കുറേ പോർഷൻസ്, ഇപ്പൊ പാതി വഴി പിന്നിടും, നിന്റെ പദയാത്രയിൽ, പാതിരകൾ എഴുതിരി, ശാപശരമേ, ആ ഒരു ഏരിയ ഒന്നും പുറപ്പെട്ടു എത്തിയില്ല എന്ന് പറഞ്ഞൊരു ഫീൽ മോളെ പാടിയിട്ടുണ്ട്. പക്ഷെ അത് കംപ്ലീഷൻ ഇല്ലാത്ത പോലെ തോന്നി മോളെ. ഐ തിങ്ക് ദിസ് ഇസ് ജസ്റ്റ് അനദർ ഡേ. ഒരു മോളുടെ ദിവസം അല്ലാത്തൊരു ദിവസമാണ്, അത്രേ ഉള്ളൂ. ശരി മോളെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. നന്നായിട്ട് പാടി. അതേപോലെ നമ്മുടെ സഞ്ജു കുട്ടിയും അത് ഗംഭീരമായിട്ട് പാടി. നല്ലൊരു സപ്പോർട്ടായിരുന്നു. നല്ലൊരു സോങ്ങാണ്. നല്ല കേട്ടിരിക്കാൻ സുഖമുള്ളൊരു പാട്ടാണ്. കുറേ കൂടി ശ്രദ്ധിച്ച് മുളക്ക് പാടാമായിരുന്നു തോന്നി. പക്ഷേ എനിക്ക് പല്ലവി കഴിഞ്ഞപ്പോൾ തന്നെ ശ്വാസത്തിൻ്റെ കാര്യമാണ് നോട്ട് ചെയ്ത് വെച്ചത്. പിന്നെ അത് എല്ലാ സ്റ്റാൻസിലും അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു.
നമ്മൾ എപ്പോഴും ഒരു സോങ് പല്ലവിയാണെങ്കിൽ അനുപല്ലവിയാണെങ്കിൽ ചരണത്തിലൊക്കെ നമ്മൾ ശ്വാസം എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കിൽ കൊള്ളിച്ചിട്ട് വേണം പാടാനായിട്ട്. സാരമില്ല, വിഷമിക്കണ്ട. നമുക്ക് അത് കൂടാതെ ഇപ്പം നേരത്തെ MG ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇന്ന് കുഴപ്പമൊന്നുമില്ല, ശബ്ദത്തിന് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്തോ ഒരു പ്രോബ്ലം തോന്നും. ഡോണ്ട് വറി, നമുക്ക് അടുത്ത തവണ ശരിയാക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. ശ്രീയക്കുട്ടി, we are giving you 97 out of 100. താങ്ക് യു സർ. ശ്രീയക്കുട്ടി, we are giving you a supreme. താങ്ക് യു സർ. ആടി ഒരു വിദ്യാജി പൂക്കുറ്റി. താങ്ക് യു സർ. Congratulations, you are awarded a supreme. ഇരുമൂടുമെങ്കിനാവിൽ തെളിയുന്ന ദീപം മുറിവാർന്നൊരെന്റെയുള്ളിൽ. പാട്ടിന്റെ അനുഗ്രഹവേദിയിലേക്ക് എത്തുന്നു ആദ്യ. വെൽക്കം ആദ്യ ഓൺ സ്റ്റേജ്. ஹலோ ஹலோ ഹലോ. ആദ്യക്കുട്ടി, எந்தோ எப்படி இருக்கு? நல்லா இருக்கேன். ஒரு விஷயம் தெரியுமா, நான் சென்னையில போனேன். என்னாச்சு? அங்க ஸ்கூல்ல எல்லாமே போனேன். அங்க ஃப்ரெண்ட்ஸை பார்த்தேன், அதுக்கப்புறம் டீச்சர்ஸை பார்த்தேன், பிரின்சிபல் மேமை பார்த்தேன். என் பிரின்சிபல் மேம் பேரு கௌரி லட்சுமி மேம். ഗൗരി ലക്ഷ്മി അമ്മാവക്ക് ഒരു വലിയ ഹായ്. നമ്മളെല്ലാവരും ചേർന്ന് ഹായ്. മഴയുണ്ടോ അവിടെ? വെയിലാണ്. വെയില, ചൂടാണല്ലേ? അവിടെ ആണോ ഇപ്പൊ സുഖം? ഇവിടെ ആണോ? മഴയത്താണോ സുഖം? ഇവിടെ ഇപ്പൊ സുഖം. ഇവിടെ ഇന്ന് രാവിലെ ഞാൻ വരുമ്പോ മഴ പെയ്തിരുന്നു. പഴയ ഫുഡൊക്കെ കഴിച്ചോ? ചെന്നൈ ഫുഡ്? ബിരിയാണി ആ ബിരിയാണി കഴിച്ചു, ഞാൻ പാനിപൂരി കഴിച്ചു. അയ്യോ, എനിക്ക് പാനിപ്പൂരി കഴിച്ചവരെല്ലാരും പിറ്റേ ദിവസം വന്ന് പാടുന്നതൊക്കെ ഉഗ്രായിരിക്കും. എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതിനകത്ത് ആ പൂരിയുടെ ആണോ, അതിനകത്ത് ഒഴിക്കുന്ന പാനിയുടെ ആണോ, എന്തായാലും അടിപൊളിയായിട്ട് പാടും. ഏതാ മക്കൾ പാടുന്നേ? മഴയുള്ള രാത്രി. ഇപ്പൊ എനിക്കൊരു സംശയം. മഴയുള്ള രാത്രി എന്നും കൂടെ പറഞ്ഞപ്പം ഈ ശരത്ത് ഏതോ ഒരു ഓർമ്മകളിലോട്ട് പോയി. മഴയുള്ള രാത്രിയിൽ പാനിപ്പൂരി തിന്ന് ഏതോ ഒരു കഥ ഓർത്തല്ലേ? ഞാൻ ചെറിയ തോതിൽ ഓർത്തെണ്ണ. അതിന്റെ അടുത്ത ദിവസം ഇളക്കം പിടിച്ച് കിടന്നത് ഞാൻ ഓർത്തു. പാനിപ്പൂരി എന്ന് പറഞ്ഞപ്പോ എന്തോ ഒന്ന് അണ്ണാച്ചിയുടെ മനസ്സിൽ കൂടെ ഒന്ന് സ്പാർക്ക് പോയി. പോട്ടെ, പിടിച്ചോളാൻ വരട്ടെ. എന്തായാലും മോള് പാടി കഴിഞ്ഞിട്ടാണ്. സമയമുണ്ടല്ലോ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. മഴയുള്ള രാത്രി മനസ്സിന്റെ
ആദ്യക്കുട്ടി, എന്തോ അകത്തും മഴ വെളിയിലും മഴ, മനസ്സും കുളിർന്നു മോളെ, അസാധ്യമായിട്ട് പാടി. താങ്ക് യു സർ. മക്കളെ, പാനിപ്പൂരി രക്ഷിച്ചു എന്ന് പറയരുതേ, കാരണം വേറൊന്നുമില്ല. ഇനി നാട്ടുകാരെല്ലാം പാടുന്നതിന് മുമ്പ് പാനിപ്പൂരി കഴിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പം വന്നാൽ എന്നെ ഓടിച്ചിട്ടടിക്കും. പക്ഷെ മോള് നന്നായിട്ട് പാടി കേട്ടോ, അസാധ്യമായിട്ട് പാടി. പിന്നെ പല്ലവി തുടക്കത്തിൽ കുറച്ചൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നി തണുത്തിരിക്കുന്ന ഈ മഴയത്ത് വന്ന് പാടിയോണ്ടായിരിക്കും. ശകലം. പക്ഷെ അതിൻ്റെ 3 ഇരട്ടി മുകളിൽ മോള് ഒരുപാട് എക്സ്പ്രസീവ് ആയിട്ടുള്ള സംഗതികൾ പാടി. സംഗതികൾ വിത്ത് എന്താണ് ഇമോഷൻ, അത് വരും, ഭാവം കൂടെ ചേർന്ന് വരുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു സുഖം വരുന്നത്. നന്നായിരുന്നു മോളെ, വെരി ഗുഡ് കേട്ടോ, വേറെ ഒന്നും പറയാനില്ല. മോള് നന്നായിട്ട് പരിശ്രമിക്കുന്ന ഒരു കുട്ടിയാണ്, അത് വ്യക്തമായിട്ട് മനസ്സിലായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഈ എന്താണ് അനുപല്ലവിയും ചരണവും അതിൻ്റെ സർട്ടൻ പ്ലേസസ് പാടണമെന്നുണ്ടെങ്കിൽ വളരെയധികം പഠിച്ച് പാടില്ല എന്നുണ്ടെങ്കിൽ അത് കയ്യിൽ നിൽക്കത്തില്ല. നന്നായിട്ട് പാടും. താങ്ക് യു സർ. ഐ ലവ് യു. I love you too. I too love you. I love you too. എന്താണ് I love you too. മക്കളെ, നല്ല പാട്ട് മോള് ഉഗ്രായിട്ട് പാടിയിട്ടുണ്ട്. ചില ഏരിയ ഒക്കെ ചാൻസേ അല്ല കുഞ്ഞെ, ആസാദായിട്ട് പാടി. താങ്ക് യു സർ. എത്ര പഠിച്ചാലും ഇവിടെ വന്ന് പാടാൻ കഴിയുക എന്നുള്ളത് അനുഗ്രഹമാണ്. അത് ആദ്യ കുഞ്ഞിനുണ്ട് ആബോളം. മക്കൾ ഓരോ ബിരിയാണി കഴിച്ചിട്ട് വന്നിട്ട് അസാധ്യമായിട്ട് അങ്ങ് പാടും. ചേട്ടാ ഇപ്പം പാനിപ്പൂരി കഴിക്കും. അണ്ണാ ഇനി ഗാനമേളയ്ക്കൊക്കെ പോകുമ്പോഴേ ഒരു പാനിപ്പൂരി കഴിച്ചിട്ട് അല്ലോ കഴിച്ചിട്ട് തൊണ്ട അടഞ്ഞിട്ട് നാട്ടുകാർ പോയി ചീത്തപ്പേര് മുഴുവൻ അണ്ണനായിരിക്കും. മക്കളെ നന്നായിട്ട് പാടി കേട്ടോ. ഇപ്പൊ ലാസ്റ്റ് പല്ലവി ലാസ്റ്റിൽ ഈ അരികത്തിരുന്നൊരു മോൾ, അതൊന്ന് നമ്മൾ ഈ പറയുന്ന മോളൊന്ന് ഇനിയും ഒന്ന് സൂക്ഷിക്കാനാണ് കേട്ടോ. അത് രണ്ടാമത്തെ പ്രാവശ്യം പാടി ഊഗ്രായി. പാതി അടഞ്ഞത് അത് മിഴിത്തുമ്പന അത് കുറേയും കൂടെ പെർഫെക്റ്റ് ആവും, കുറച്ചും കൂടെ ഫൈൻ ട്യൂൺ മക്കൾ കേട്ടോ. അതുപോലെ ഹൃദയത്തിന് ആ ഒരു ചരണത്തിൻ്റെ ആ 2 ലൈനും കൂടെ കുറച്ചും കൂടെ അത് പറയുന്നതേ ഉള്ളൂ, മോക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ കേട്ടോ. ബാക്കി ചിലതൊക്കെ അസാധ്യമായിരുന്നു മോളെ. ഇപ്പോൾ നീ പാടിയത് ഓർക്കുമ്പോഴും ശരത്തങ്ങളിതാ ഫുള്ള് രോമാഞ്ചം വരിക. നന്നായിട്ട് പാടി മക്കളെ. താങ്ക് യു സർ. ലവ് യു. ലവ് യു ടു. ആ രോമാഞ്ചം ഞാൻ ഇച്ചിരി അങ്ങ് എടുത്തോട്ടെ. മോളെ എന്തോ നന്നായിട്ട് പാടി. താങ്ക് യു സർ. എനിക്ക് ഔസേപ്പച്ചൻ സാറിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള പാട്ടുകളിൽ ഒന്നാണ് ഈ പാട്ട്. കഥ എന്ന് പറഞ്ഞ സിനിമയിൽ വിധുപ്രതാപാണ് പാടിയത്. ബ്യൂട്ടിഫുൾ പാട്ട്. അത് മോള് അനായാസം പാടി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. വളരെ ഈസി ആയിട്ട് പാടി. അത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ കുറേ സംഗതികളൊക്കെ ഉണ്ട്, ചെറിയ മൈനർ ഇഷ്യൂസ് ഉണ്ട്. ഇഷ്യൂസ് എന്ന് ഞാൻ പറയില്ല, എന്നാൽ പോലും വേണമെങ്കിൽ നമുക്ക് ഭയങ്കര പാടുപെട്ട് പാടണ പോലെ പാടാം. അതിന് മാത്രം ഉള്ള ചില മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് മോളത് അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. മോള് അത് വളരെ കൂളായിട്ടൊന്ന് അങ്ങോട്ട് ഈസി ആയിട്ട് ഡെലിവർ ചെയ്തു എന്നുള്ളതാണ്. ഈ പാട്ടിൻ്റെ ലിറിക്സ് ആണെങ്കിലും എന്നെ ടോട്ടൽ ഇമോഷൻ ഈസ് വളരെ സിമ്പിളായിട്ട് ഒരു മഴ പെയ്യുന്ന സമയത്തുള്ള ഒരു പ്രണയഗാനം. അതിനൊരു ഈസിനെസ് ഉണ്ട്. ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഈസി ആയിട്ട് ഇരിക്കുന്നൊരു ഫീലുണ്ട്. ആ ഫീല്, ഒരു കട്ടൻ ചായയുടെ ഫീല് മോള് തന്നു, ഒരു പാനിപ്പൂരിയുടെ ഫീൽ. അതെ, ബ്യൂട്ടിഫുൾ. അതാണ് ഇവിടെ ഏറ്റവും മെൻഷൻ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ഈസി ആയിട്ട് ഒരു പഴം പോലെ മോളതങ്ങ് പാടി. ചെറിയ സാധനങ്ങൾ ഞാൻ നോട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ പേന വലിച്ചു, പാടില്ല എന്നുള്ള ഫീലിംഗ്. ദാറ്റ് ഈസ് വാട്ട് മീൻസ് ദ മോസ്റ്റ് കേട്ടോ. അത്രേ ഉള്ളൂ. ഗോഡ് ബ്ലെസ്. താങ്ക് യു. ആദ്യകുട്ടി എന്തോ ഉഗ്രൻ സോങ്, അത് അത്യുഗ്രമായിട്ട് നമ്മൾ പാടിയിരിക്കുക. താങ്ക് യു സർ. ഭയങ്കര ഫീലായിരുന്നു. ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യണം. മിക്കവാറും ടെലികാസ്റ്റ് ചെയ്യുമ്പോഴും മഴയായിരിക്കും, ഉറപ്പാണ്. മഴ സീസൺ തുടങ്ങിയല്ലോ. മഴ ഇഷ്ടമില്ലാത്ത ആരാള്ള പിന്നല്ല അല്ലേ? ഓരോ മഴയ്ക്കും ഓരോ സൗന്ദര്യമുണ്ട്. പിന്നെ ശരിയല്ലേ? വേറെ തന്നെ നമ്മളെ ഉഗ്രമായിട്ട് പാടി. കാരണം നല്ല മുഹൂർത്തങ്ങളേ ഉള്ളൂ, പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ ആ അനുപല്ലി തുടങ്ങിയ പാതി അടഞ്ഞോരൻ അതൊന്ന് കുറച്ച് പോയെങ്കിലും അതൊന്നും പറയേണ്ട കാര്യമില്ല. ഗംഭീരമായിട്ട് പാടി, ഒരു രക്ഷയില്ല. നല്ല നല്ല മുഹൂർത്തങ്ങൾ. എനിക്ക് ആ പരിഭവം പകരുന്നത് ആരെ എന്നുള്ള സ്ഥലത്തൊക്കെ കൊടുത്ത എക്സ്പ്രഷൻ, ഓ മൈ ഗോഡ്. പിന്നെ ചിലപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് തോന്നാം ടെമ്പോ കുറച്ചിരുന്നെങ്കിൽ കുറെ കൂടി സംഗതികൾ പെർഫെക്ഷൻ വരുത്താമായിരുന്നു എന്ന്. പ്രത്യേകിച്ച് തൂവലിൽ എന്നുള്ള സ്ഥലത്തും തൊട്ടുണർത്തുന്നത് ആരെ എന്നുള്ള പോർഷനിലൊക്കെ. പക്ഷേ ഈ ഒരു ടെമ്പോ വെച്ച് തന്നെ മോള് പാടി, അത് നമ്മുടെ കഴിവാണ് അല്ലേ? അപ്പോൾ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു ആദ്യക്കുട്ടിയുടെ. ഓൾ ദി ബെസ്റ്റ്. മക്കളെ, ഞാനും ഈ ഇടയ്ക്കൊരു പാട്ട് പാടി, മുത്തുക്കുടമാനം. ഞാൻ കേട്ടിരുന്നു. ഓ ശ്രീയേട്ടാ, അത് ഗംഭീര പാട്ടാണ്. നമ്മളെല്ലാരും പാടിയായിരുന്നു. എനിക്ക് അതിന് ഒരുപാട് താങ്ക്സ്. സ്കൂൾ ഫീലുള്ള വിന്റേജ് ഫീലുള്ള നല്ലൊരു മെലഡി. അപ്പം
ഇങ്ങനെ നല്ലൊരു പാട്ട് തന്നതിന് ഔസേപ്പച്ചന് വീണ്ടും നന്ദി പറയുന്നു. ഇതാ മനോഹരമായിട്ട് നമ്മുടെ മോള് പാടി. സോ വി ആർ ഗിവിംഗ് യു 99 out of 100. താങ്ക് യു സർ. ആദ്യ നായർ എന്തോ giving you a super supreme. താങ്ക് യു സർ. ആടി ഒരു ഔസേപ്പച്ചൻ പൂക്കുറ്റി. Congratulations, you are awarded a super supreme. താങ്ക് യു സർ. മഴയുള്ള രാത്രി മനസ്സിന്റെ തൂവലിൽ तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। जो कभी हम मिले तो जमाना देखेगा अपना प्यार। ओ मेरा यार, ओ मेरा यार, तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। जो कभी हम मिले तो जमाना देखेगा अपना प्यार। हाँ, ओ मेरा यार, ओ मेरा यार, तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। मैं शायर नहीं, दीवाना नहीं, मैं आशिक नहीं, परवाना नहीं। मैं शायर नहीं, दीवाना नहीं, मैं आशिक नहीं, परवाना नहीं। मिली जब से नजर तब से जाने जिगर, मिली जब से नजर तब से जाने जिगर। मैं हो गया दीवाना, मैं हो गया दीवाना, अब जाने क्या होगा जाने जाना। तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। क्या पता आखिर कहाँ कब मुलाकात हो, वो हसीनों से फिर दिल की बात हो। क्या पता आखिर कहाँ कब मुलाकात हो, वो हसीनों से फिर दिल की बात हो। उसके जैसी हंसी मैंने देखी नहीं, उसके जैसी हंसी मैंने देखी नहीं। रोकेगा क्या जमाना, मैंने दिल में हटाना, मुझको उसे है अभी अपना बनाना। तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। जो कभी हम मिले तो जमाना देखेगा अपना प्यार। हाँ,
मेरे यार, ओ मेरे यार, तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। ജഡ്ജസ് സ്റ്റാർ ഓഫ് ദ ഡേ ആരാണ്? ഇന്ന് രണ്ടുപേരാണ്. നമ്മുടെ സ്വന്തം ദേവുടു, ദേവനാരായണൻ ആൻഡ് ആദ്യ. വെൽക്കം ദേവുട്ടൻ ആൻഡ് ആദ്യ. ഇന്നത്തെ ഒരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.